ബട്ട്ലർ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഒറ്റയ്ക്ക് നിന്നാണ് ബട്ട്ലർ ടീമിനെ വിജയിപ്പിച്ചത്. അതിന്റെ ചങ്കൂറ്റം സമ്മതിച്ചേ മതിയാവൂ. ഇതുപോലത്തെ ഒരു താരം ടീമിലുണ്ടെങ്കിൽ എല്ലാ മാച്ചും രാജസ്ഥാൻ ജയിക്കുമെന്നത് ഉറപ്പാണ്. ബട്ട്ലറാണ് ഇപ്പോൾ രാജസ്ഥാന്റെ വിജയശില്പി. ഇന്നത്തെ മാച്ചിലെ ഹീറോയും ബട്ട്ലർ തന്നെയായിരുന്നു. ഇന്ന് ബട്ട്ലർ മാൻ ഓഫ് ദി മാച്ച് വാങ്ങി ചെയ്തൊരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ ഇന്ന് ജയിക്കുമെന്ന് കരുതിയതല്ല, പക്ഷേ ബട്ട്ലർ ഒറ്റയ്ക്ക് നിന്ന് ടീമിനെ ജയിപ്പിച്ചു. കൊൽക്കത്ത പോലും ഒന്ന് ഞെട്ടിവിറച്ചു. അതുപോലത്തെ കളിയാണ് ബട്ട്ലർ ഇന്ന് കാഴ്ചവെച്ചത്. ഇത്രയും വലിയ ടാർഗറ്റ് കൊൽക്കത്ത നേടിയിട്ടും അവർക്ക് കളി ജയിക്കാൻ സാധിച്ചില്ല. സുനിൽ നരയൻ സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ബട്ട്ലർ ആ സെഞ്ചുറിക്ക് കണക്ക് പറഞ്ഞു. അടിക്ക് തിരിച്ചടി ബട്ട്ലർ കൊടുത്തു. ഇപ്പോഴത്തെ ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി ബട്ട്ലർ ചെയ്തൊരു കാര്യമാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്നത്. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് അവാർഡ് വാങ്ങി ബട്ട്ലർ അത് സഞ്ജുവിന് കൊടുത്തു. ഈ ഒരു അവാർഡ് സഞ്ജു ആണ് അർഹിക്കുന്നതെന്നാണ് ബട്ട്ലർ പറഞ്ഞത്. ബട്ട്ലറുടെ നല്ല മനസ്സിനെ കൈയടിച്ചിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. എന്തുകൊണ്ടായിരിക്കും ബട്ട്ലർ അത് സഞ്ജുവിനെ കൊടുത്തത്? അതിന് ഒരു ഉത്തരമേ ഉള്ളൂ. സഞ്ജു ആണ് ശരിക്കും രാജസ്ഥാന്റെ ഹീറോ. രാജസ്ഥാൻ ഇതുപോലെ ജയിച്ചു വരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ സഞ്ജു എന്ന ക്യാപ്റ്റൻ ഉണ്ട്. അത് ബട്ട്ലർക്ക് വ്യക്തമായിട്ട് അറിയാം. കളിക്ക് മുന്നേ ബട്ട്ലറുമായിട്ട് സഞ്ജു സംസാരിച്ചിരുന്നു. അതിന്റെ റിസൾട്ടാണ് ഇന്ന് ബട്ട്ലർ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ബട്ട്ലർ ഈ അവാർഡ് സഞ്ജുവിനാണ് കൊടുക്കേണ്ടതെന്ന് ആവശ്യപ്പെട്ടു. ബട്ട്ലർക്ക് ഇതുപോലത്തെ ഒരു ക്യാപ്റ്റനെ ഇനി കിട്ടില്ല. സഞ്ജു ആണെങ്കിൽ കൂളാണ്. കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ടറിയാം. ഇന്ന് ബട്ട്ലറെ ഓപ്പണിംഗ് ഇറക്കാതെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് സഞ്ജു കളിക്കാനിറക്കിയത്. അത് സഞ്ജുവിന്റെ ഒരു തന്ത്രമായിരുന്നു. ഇതുപോലെ ആരാധകർക്ക് അറിയാത്ത ഒരുപാട് തന്ത്രങ്ങൾ സഞ്ജു ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.